നമസ്കാരം സാർ. അച്യുത ഇരിക്കൂ. ഭൂമിയുടെ അവള് വന്നില്ല ഡോക്ടറെ. എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് തലവേദന, കാഴ്ചക്കുറവ്, അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഭൂമിയോട് പറഞ്ഞിരുന്നു എത്രയും വേഗം ട്രീറ്റ്മെന്റ് വേണമെന്നാ. ഡോക്ടറെ, ഞാൻ വന്നതേ ഡോക്ടർ സ്ഥിരം തരുന്ന മരുന്നുണ്ടല്ലോ, എനിക്കതൊരു 2-3 മാസത്തേക്ക് കുറിച്ച് തരണം. അതെന്തിനാ? ഞാനീ നാട്ടിലോട്ട് പോകുക. നാട്ടിലേക്കോ? അവിടെ ഇതുപോലുള്ള മികച്ച ഹോസ്പിറ്റലുണ്ടോ? അതൊന്നും ഇല്ല ഡോക്ടറെ, അതൊരു കുഗ്രാമ. പ്രൈമറി മെഡിക്കൽ സെന്ററിൽ പോകണമെങ്കിൽ തന്നെ 5 കിലോമീറ്റർ പോകണം. അപ്പോ തന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ? അൾസർ അല്ലേ ഡോക്ടറെ, ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കാം. പിന്നെ അത്യാവശ്യം വന്ന ഏതെങ്കിലും ആശുപത്രി കാണിക്കാം. അച്യുത, നിങ്ങളിത് എന്തറിഞ്ഞിട്ടാ? തനിക്ക് അൾസർ ഒന്നുമല്ല, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ. സർജറി ചെയ്തില്ലെങ്കിൽ താൻ അധികകാലം ജീവിക്കില്ല. തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ തന്റെ മകൾ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത്. അവൾ തന്റെ മുന്നിൽ ചിരിക്കുമ്പോ മനസ്സിൽ നിറയുന്നത് കണ്ണുനീരാണ്. ഈ വിവരം തന്നെ അറിയിക്കണ്ടെന്ന് പറഞ്ഞത് തന്റെ മകളാണ്. തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണത്. ഇങ്ങനൊരു മകളുണ്ടായതിൽ സന്തോഷിക്കുക. വേദന വന്നാലേ കഴിക്കാൻ മരുന്ന് കുറിച്ചു. സത്യം പറ, ഓള് ഭയന്നില്ലേ? ഇല്ല, എനിക്കറിയായിരുന്നു അച്ഛന് രോഗമൊന്നുമില്ല. എനിക്കങ്ങനെ ഭൂമിയിൽ നിന്ന് മടങ്ങാൻ പറ്റൂ? എന്റെ മോളെ വിവാഹം കഴിപ്പിക്കണം, പേരക്കുട്ടികളെ കളിപ്പിക്കണം, പിന്നെ അവരുടെ വിവാഹം. എന്താ മോളെ, ഇന്നലെ മോല് എന്നോടൊരു പ്രത്യേക സ്നേഹം, പഴയതുപോലെ കോമഡി ഡയലോഗും ഇല്ല. അവൾ തന്റെ മുന്നിൽ ചിരിക്കുമ്പോ മനസ്സിൽ നിറയുന്നത് കണ്ണുനീരാണ്. ഓക്കെ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു എൻകൗണ്ടർ ബജിയും ചായയും. അതെ, എൻകൗണ്ടർ ബജിയുടെ കൂടെ സസ്പെൻഷൻ കോഫിയാ നല്ലത്, ഇല്ലെങ്കിൽ ചത്തു. ആയിക്കോട്ടെ ചേച്ചി, ഇവിടെ എൻകൗണ്ടർ ബജിയും സസ്പെൻഷൻ കോഫി. ഹലോ ഭൂമി, ഞാൻ സിസ്റ്റർ ആൻസിയ. പരിചയപ്പെടുത്തണ്ട, എന്റെ മനസ്സിൽ മാത്രല്ല ഫോണിലും ഉണ്ട്. ഭൂമി ഇപ്പൊ എവിടെയാ? ഞാൻ കോഫി ഷോപ്പിലാ. എന്റെ കാര്യം എന്തായി സിസ്റ്റർ? അത് പറയാനാ ഞാൻ വിളിച്ചത്. നാളെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഭൂമിയുടെ ആപ്ലിക്കേഷൻ നാളെ എടുക്കും. പോസിബിലിറ്റി ഉണ്ട്. താങ്ക് യു. അച്ഛൻ എങ്ങനെയുണ്ട്? സീരിയസാ. അച്ഛൻ വേദന പുറത്തു പറയില്ല. നാളെ അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ കരുതിക്കോളൂ. ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോവും. അപ്പൊ എങ്ങനെയാ? ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയ ഞാൻ എത്തിക്കോളാം. ശരി. അഗെയിൻ താങ്ക് യു സിസ്റ്റർ. എനിക്കല്ല താങ്ക്സ് പറയേണ്ടത്. എനിക്കറിയാം സിസ്റ്റർ ഈ വിഷയത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അതെ ഭൂമി, സാങ്ഷനായ ഉടനെ വിളിക്കാം. ശരി. ചേച്ചി, ഞാൻ പോവാ. അവര് പോവാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി കാണും. ഞാൻ വരും. ഇല്ലെങ്കിൽ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരും. വന്നോളൂ, പക്ഷേ
ഇതൊന്നും ഇട്ടെറിയരുത്. എന്റെ ജീവന്റെ നല്ലൊരു ഭാഗം ഇവിടെയാ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ലല്ലോ നമ്മുടെ ജീവിതം സഞ്ചരിക്കുന്നത്. മോളെ യാത്ര ചോദിക്കുന്നില്ല. നമ്മളിന്ന് വൈകുന്നേരം പുറപ്പെട്ട് എപ്പോ എത്തും? 5 മണിക്ക് എത്തും. പുലർച്ചെ എത്തണമെങ്കിൽ 6 മണിക്ക് മുമ്പ് നമുക്ക് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് കിടക്കണം. പിന്നെ എന്താ പെട്ടെന്ന് പോകുന്നത്? അവിടെയല്ലേ വീടും പറമ്പൊക്കെ, അപ്പൊ അതവിടെ കിടന്ന് നശിച്ചു പോകുന്നുള്ളതുകൊണ്ട്. പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നില്ലേ? ഇല്ല, അവിടെ ഒരു കോഫി ഷോപ്പ് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാ. കുറച്ച് പാത്രം കൂടി ഉണ്ടേ. ശരി. മരുന്ന് കിട്ടിയോ ചേട്ടാ? ഞങ്ങളുടെ യാത്രയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് പോകുന്നില്ല. ഇനിയിപ്പോ എന്നാന്ന് വെച്ചാ പറയാം. ഇതൊക്കെ ഇറക്കിക്കോ. ഇതിരുന്നോട്ടെ. എന്താ മനുഷ്യ നിങ്ങൾ കാണിക്കുന്നേ? ഇന്നലെ പറഞ്ഞു നാളെ പോവാന്ന്, ഇപ്പൊ പറയുന്ന പോവണ്ടെന്ന്. സ്വബോധം ഇല്ലാണ്ടായോ? മോളിതേ കോഫി ഹൗസ് ലക്ഷ്മിനെ ഏൽപ്പിച്ച് എല്ലാരോടും യാത്രയും പറഞ്ഞു. ഇതിപ്പോ എന്താ പ്രവർത്തിക്കണേ, എന്താ പറയണേന്നുള്ള ബോധം ഇല്ലാണ്ടായ അച്ചോട്ടിന്. അച്ചോട്ടാ, അച്ചോട്ടാ, എന്താന്ന് പറഞ്ഞേ? എന്നെ ഇങ്ങനെ തീറ്റിക്കാതെ കാര്യം എന്താന്ന് പറ. നമ്മുടെ മോള് അവൾ അച്ഛനെ പരാജയപ്പെടുത്തി കളഞ്ഞപ്പയ്യ അവള് നമ്മളെ ഇന്ന് മറച്ചു വെക്കുകയായിരുന്നു. തെളിച്ചു പറ എന്റെ അച്ചോട്ടാ. ഞാന് ഡോക്ടറെ കണ്ടിരുന്നു. എന്റെ രോഗം അൾസറല്ല, ക്യാൻസറാ, ബ്രെയിൻ ട്യൂമർ. എല്ലാം അറിഞ്ഞിട്ടും എന്റെ കുഞ്ഞ് വേദന ഉള്ളിൽ ഒതുക്കുകയായിരുന്നു. അച്ഛനെ സന്തോഷിപ്പിക്കാൻ എവിടെയെല്ലാം കൊണ്ടു നടന്നു അവള്. ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടു നടക്കുന്ന പോലെ. പണത്തിനായി എന്റെ മോള് തെന്നിത്തിരിയ. അമ്പികേ, ഇപ്പോ എന്നെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടണ്ട.
ഇനിയും ഒരു നീണ്ടകാലം വേണ്ടെന്നാ ദൈവം പറയുന്നതെങ്കിൽ അനുസരിക്കാം. എത്രയോ കാലം ജീവിച്ചിരിക്കേണ്ടവളാ ഭൂമി. അവള് നമുക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടവളാണോ? എനിക്കൊന്നും അറിഞ്ഞൂടാ ചേട്ടാ. എന്ത് പറയണോ എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ. ഇന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞതെന്താണെന്നോ? തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ തന്റെ മകൾ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത്. അവൾ തന്റെ മുന്നിൽ ചിരിക്കുമ്പോൾ മനസ്സ് നിറയുന്നത് കണ്ണുനീരാണ്. ഈ വിവരം തന്നെ അറിയിക്കണ്ടെന്ന് പറഞ്ഞത് തന്റെ മകളാണ്. തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണത്. ഇങ്ങനൊരു മകളുണ്ടായതിൽ സന്തോഷിക്കാം. ഡോക്ടർ പറഞ്ഞതാ എന്നോടുള്ള ഇഷ്ടം കൊണ്ട്. ഇങ്ങനെയൊരു മകളുണ്ടായാല് സന്തോഷിക്കണമെന്ന്. ആ മോൾക്ക് എന്താണ് നമ്മള് തിരിച്ചു കൊടുക്കേണ്ടത്? എന്താ നമുക്കുള്ള ഈ ദാരിദ്ര്യല്ലാതെ? ഉണ്ട്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഭൂമിയെ അവളുടെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാൻ. അച്ഛനതിന് പറ്റുമോ? അച്ഛനതിന് കഴിയില്ല. കഴിയണം. നമ്മളവളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുന്നു. ആ കുട്ടി അതിസമ്പന്നമായ ഒരു കുടുംബത്തിലെ കുട്ടിയാണെന്ന് നമ്മൾ മറന്നുപോകുന്നു. അവളുടെ അച്ഛൻ മകളെ തേടി അലയുന്നു. ഒന്നല്ല, 22 വർഷങ്ങളായി. ആ അച്ഛന്റെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെങ്ങനെയാ മനുഷ്യരാകുന്നത്? ഭൂമിയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അവളുടെ അച്ഛനെ ഏൽപ്പിക്കുകയല്ലേ വേണ്ടത്? പറയമ്പിയെ, ശരിയല്ലേ? ശരിയാണ്. എന്നാലും വേണോ അമ്പികെ? ഇനി അവളെ ഏൽപ്പിച്ചില്ലെന്ന് കരുതുക. മോൾ അവളുടെ അച്ഛനെ തിരിച്ചറിഞ്ഞാലോ എന്തായിരിക്കും അവൾ നമ്മളോട് പറയുക? ഇത്രയും നാൾ തന്ന സ്നേഹത്തിന് പകരമായി 1000 ഇരട്ടി ശാപമായിരിക്കും. ഞാനൊരു പ്ലാൻ പറയട്ടെ അമ്പികെ. നമ്മൾ നാളെ കുറെ പേരെ വിളിച്ച് വിരുന്നു കൊടുക്കുന്നു. ആ കൂട്ടത്തില് ഭൂമിയുടെ അച്ഛനും ഉണ്ടാവും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കും. അച്ഛനതിന് പറ്റൂല. പിന്നെന്ത് ചെയ്യും? രോഗിയായി എന്നെ രക്ഷിക്കാൻ, കുടുംബം രക്ഷിക്കാൻ ആ ജീവിതം ഇല്ലാതാക്കണോ? അപ്പോ നമ്മൾ ചെയ്തതിന് തുല്യമല്ലേ? ഇനിയിപ്പോ ഞാൻ മരിച്ചാലും മോള് നിന്നെ സംരക്ഷിക്കും. എന്റെ തീരുമാനം ഉറച്ചതാ.
എന്നോട് പറ ചേട്ടാ, ആരാ ഭാഗ്യവാനായ അച്ഛൻ? നാളത്തെ ഒരു ദിവസം കൂടി നീ ക്ഷമിക്ക. മോൾ അവളുടെ അച്ഛനെ അറിയുന്ന അതേ നിമിഷം നീയും അറിയും. മോളാ, നീ കണ്ണൊക്കെ തുടച്ചേ. ഇതെന്താ വണ്ടി വന്നില്ലേ? വണ്ടി വരണോന്നാണോ വണ്ടി വരണ്ടെന്നാണോ മോളുടെ ആഗ്രഹം? അച്ഛന്റെ ആഗ്രഹം പോലെ. എന്നാലും വരണ്ട. ഉറപ്പിച്ചോ? അച്ഛൻ ഉറപ്പിച്ചോ? ഞാൻ ഉറപ്പിച്ചു. നമ്മൾ നാട്ടിൽ പോകുന്നില്ല, ഇവിടെ തന്നെ താമസിക്കുന്നു. ഇപ്പോഴാ എന്റെ അച്ഛന് ബുദ്ധി ഉദിച്ചത്. വലിയ സന്തോഷം. മോള് കരയാണോ ചിരിക്കുകയാണോ? ഞാനോ? കണ്ടാ മനസ്സിലാവുന്നില്ലേ? കണ്ടാ മനസ്സിലാവില്ല. അച്ഛൻ മനസ്സിലാക്കിയതിലും 1000 മടങ്ങ് അത്ഭുതമാണ് എന്റെ മോള്. അമ്മേ, ഓ, ഹാപ്പി ആയില്ലേ? ദേ അച്ഛൻ ഡിസിഷൻ മാറ്റിയല്ലോ. അച്ഛനിപ്പോ നല്ല കുട്ടിയായി. അമ്മയ്ക്കായിരുന്നല്ലോ ടെൻഷൻ. അവിടെ പോയിട്ട് എന്ത് ചെയ്യും, എന്താ വരുമാനം? ഇപ്പതേ എല്ലാം ക്ലോസ്ഡ്. ഇനി ശാന്തി, സമാധാനം. അമ്മയ്ക്കെന്താ മുഖം വല്ലാതിരിക്കുന്നല്ലോ? കണ്ണൊക്കെ കലങ്ങി. രണ്ടും കൂടി തല്ലുകൂടിയോ? ഏയ്, അടുപ്പില് തീ കൊണ്ടേന്റെ. ഓഹോ, ഇപ്പൊ എന്തിനാ അടുക്കള കയറിയത്? ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? രാവിലെ പലഹാരം ഉണ്ടാക്കാൻ എന്നെ സഹായിക്കാം. അത് കഴിഞ്ഞ അധികം പണി വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, രണ്ടുപേരും പ്രായമായിട്ട് വരികയാണ്. പണിയെടുത്ത് എന്നെ വളർത്തണ്ട, ഞാൻ വളർത്തിക്കോളാം. അതെ, അത്യാവശ്യം ആഹാരത്തിനുള്ള വക കോഫി ഹൗസ് തരുന്നുണ്ട്. ഈ അനാവശ്യമായി അടുക്കള കയറുന്നതിന്റെ പേരാണ് അഹങ്കാരം. ദേ കണ്ണീർ കായല്. ഇത് എത്ര പമ്പ് വെച്ച് വറ്റിച്ചിട്ടും വറ്റുന്നില്ലല്ലോ. അമ്മക്കുട്ടിയുടെ മോള് വെറുതെ പറഞ്ഞതല്ലേ? കരയാതെ. മോളെ, വളരെ ഗൗരവമുള്ള ഒരു കാര്യം ആലോചിക്കാനുണ്ട്. മോളെ, വളരെ ഗൗരവമുള്ള ഒരു കാര്യം ആലോചിക്കാനുണ്ട്. അന്തർദേശീയ വിഷയമാണോ? അങ്ങനെ കൂട്ടിക്കോ. എങ്കിലേ ട്രംപിനെ കൂടി വിളിക്കാം. പുള്ളി തമാശകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മേ, ദേ അച്ഛനെ അന്തർദേശീയ സെമിനാർ ആരംഭിക്കുകയാണ്. എടി മോളെ, നമ്മുടെ കോഫി ഹൗസ് തുടങ്ങിയിട്ട് ഒരു 2 വർഷമായി കാണില്ലേ? 2 തികഞ്ഞില്ല. അതൊക്കെ നമുക്ക് തയ്ക്കാവുന്നേ. ഓക്കേ. വേണ്ടപ്പെട്ട പരിചയക്കാരെയൊക്കെ വിളിച്ച്
ഒരു വിരുന്ന് കൊടുക്കാം. അച്ഛന്റെ സന്തോഷത്തിനെ മോൾ എന്തിനും തയ്യാറാ. അച്ഛൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാ മതി. അച്ഛന്റെ സന്തോഷത്തിന് എന്തെങ്കിലും പ്രത്യേക കാര്യമുണ്ടെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? എന്ത് പ്രത്യേക കാര്യം? നാളെ എനിക്കൊരു ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്. എന്റെ അച്ഛന്റെ സർജറി ഉടനെ നടക്കും. അല്ല, അതായത് അൾസറിന് നല്ലൊരു ചികിത്സ, അത്രേ ഉള്ളൂ. അതെ, നമുക്ക് ഫംഗ്ഷൻ ആലോചിക്കാം. അച്ഛാ, ഇതിനൊരു പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം. മൈ അച്ചോസ് ഹാപ്പി ഡേ. അല്ലെങ്കിൽ അത് വേണ്ട, ഫാദേഴ്സ് ഡേ. അതതിന് ഇപ്പോഴാണോ? അത് നാളെ എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് ഗ്രാൻഡ് ആയിട്ട് നടത്തണം. അതെനിക്ക് വിട്ടുതരണം. ഓക്കെ. ഫാദേഴ്സ് ഡേ. മോള് പറയുന്നത് ശരിയാ. മോളുടെ യഥാർത്ഥ അച്ഛനെ തിരിച്ചറിയുന്ന ദിവസം. നമ്മുടെ കോഫി ഹൗസിലെ ടീമിനെ മുഴുവനും വിളിക്കാം. പിന്നെ പോലീസ് ടീമും. എന്താമ്മ? എല്ലാം മോളുടെ തീരുമാനങ്ങൾ പോലെ. നാളെ എന്റെ കൊച്ചിന്റെ ദിവസം അമ്മ ചായ എടുക്കാം. മോളെ, CIയെ വിളിക്കുമല്ലോ. വിളിക്കാം. പിന്നെ സൗഭാഗ്യപുരത്തെ മുത്തശ്ശി, അവിടെയുള്ള എല്ലാവരും വിളിക്കണം. മോളെ അവർക്ക് വലിയ കാര്യമല്ലേ. പിന്നെ സത്യൻ സാറിനെ വിളിക്കാൻ മറക്കരുത്. അദ്ദേഹം വരുമെന്ന് ഉറപ്പാക്കണം. ആര് വന്നില്ലെങ്കിലും സത്യൻ സാറ് വരും. എന്നെ അത്രക്കിഷ്ടാ, മോളെ പോലെ. അതെ അച്ഛാ, ഞാൻ ഇപ്പൊ തന്നെ പോയി എല്ലാവരെയും ക്ഷണിക്കാം. നാളത്തെ ഫാദേഴ്സ് ഡേ അടിച്ചു പൊളിക്കണം. മോള് പോയി എല്ലാവരെയും ക്ഷണിക്കട്ടെ. അവളുടെ അച്ഛനെയും. എന്തൊരു വിധിയാണ് ഈശ്വര. ആ വീടുമായിട്ട് അവക്കെന്തെങ്കിലും ബന്ധം? നാളെ കഴിഞ്ഞ് ഭൂമി നമ്മുടെ ആരുമല്ല. സത്യത്തിൽ നീ എന്റെ ആരാ? കഴിഞ്ഞ ജന്മം ഞാൻ സാറിന്റെ മകളായിരുന്നിരിക്കാം. ഞാൻ എന്തിനാ നാട്ടിലേക്ക് മടങ്ങണ്ടെന്ന് തീരുമാനിച്ചതെന്ന് അറിയാമോ? നമ്മൾ അവളുടെ അച്ഛനും അമ്മയെന്ന് പറയുമായിരിക്കും. മോളിനി ഉണ്ടാവില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക.